ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചവ്വരി ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ചവ്വരി ഉപ്പുമാവെന്നോ ചവ്വരി കിച്ചടി എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ചവ്വരി കുറച്ച് വെള്ളമൊഴിച്ച് 1-2 മണിക്കൂറോളം കുതിരാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് 1-2 വട്ടം കഴുകിയെടുത്ത ശേഷം ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് അരമണിക്കൂറോളം ഇങ്ങനെ വെള്ളം വരാൻ വെക്കാം. ഇനി ഒരു പാനിൽ നമുക്ക് 1/2 കപ്പ് പച്ചക്കപ്പലണ്ടി ചേർത്ത് 5 മുതൽ 7 മിനിറ്റ് വരെ വറുത്തെടുക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ തൊലിയൊക്കെ ഇതേപോലെ വിട്ടുവരും. ഇത് നമുക്ക് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നന്നായി പൊടിഞ്ഞു പോകേണ്ടതില്ല, ഇതേപോലെ വേണം ഇത് ക്രഷ് ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് നേരത്തെ വെള്ളം വാരാൻ വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്രഷ് ചെയ്ത കപ്പലണ്ടി കൂടെ ചേർക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതേപോലുള്ള സിമ്പിൾ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചെറുതായി ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് എരിവിനാവശ്യമായ 2 പച്ചമുളകും കൂടെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇത് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റിവെച്ച ചവ്വരിയും കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇത് നന്നായി ഇളക്കി ചവ്വരിയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ചവ്വരിയുടെ വെള്ള നിറമൊക്കെ മാറി ചവ്വരിയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്ത് നമ്മൾ റെഡിയാക്കിയെടുത്ത ഈ വെറൈറ്റി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ പായസത്തിന് വേണ്ടി മാത്രമല്ല, ഇതേപോലെ എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെ നമുക്ക് ചവ്വരി കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയുമല്ലോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.